പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ ഒരു ദിവസത്തിൽ കൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വക്താവായി നിൽപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തിൻ്റെ ആത്മീക നവോത്ഥാനത്തിനും ഇവിടെയുള്ള ദൈവസഭകളുടെ ആത്മീക ഉണർവിനുമായി ഏറെ ചിട്ടയോട് അതിലുപരി പ്രാർത്ഥനയോടെ നടത്തപ്പെടുന്ന 4ാമത് പുനലൂർ കൺവെൻഷൻ്റെ 2ാമത്തെ രാത്രിയിൽ ദൈവവചനത്തെ ഉയർത്തുവാൻ ലഭിച്ച അവസരത്തെ ഭാഗ്യവും പദവിയും നിയോഗവുമായിട്ട് ഞാൻ കരുതട്ടെ. പ്രത്യേകിച്ചും ഈ രാത്രി യോഗത്തിൽ ഇവിടെയുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിന് ആത്മീയ നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഒക്കെ ഒരുമിച്ചായിരിക്കുന്നതിൽ കർത്താവിൽ ഒത്തിരി സന്തോഷിക്കുന്നു. ഈ രാത്രി യോഗത്തിന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആത്മീയ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ PS എബ്രഹാം, ഈ സെക്ഷൻ്റെ പ്രസ്ബിറ്ററായിരിക്കുന്ന ക്രിസ്തുവിൽ എൻ്റെ ദീർഘകാല സ്നേഹിതനൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട പ്രിൻസ് മാത്യു പാസ്റ്റർ, സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ KM ജോസഫ് പാസ്റ്റർ, ട്രഷറായിരിക്കുന്ന പ്രിയപ്പെട്ട ഫിലിപ്പ് സാം പാസ്റ്റർ തുടങ്ങി ആദരണീയരായ ദൈവദാസന്മാരുടെ ഒരു നീണ്ട നിര വേദിയിലും ഒപ്പം സദസ്സിലുമായി കാണുന്നു. ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ പാടി ദൈവരാജ്യത്തിൻ്റെ മഹിമയെ ആവോളം വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വർഷിപ്പ് ടീമിനെ ഓർക്കുന്നു. പാസ്റ്റർ സുനിൽ സോളമൻ, പ്രിയ തഞ്ചാവൂർ വില്യം സാറ്, പ്രിയ സിസ്റ്റർ, അങ്ങനെ അനുഗ്രഹീതരായ എല്ലാവരെയും ഓർക്കുന്നു. ഈ സ്ഥലത്ത് നിന്ന് കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞ നാൾ മുതൽ അറിഞ്ഞ സത്യത്തിൻ്റെ ധീരസാക്ഷികളായ ദൈവനാമ മഹത്വത്തിനായി നിലയായി നിൽക്കുന്ന ദൈവമക്കൾ, ഈ ശബ്ദവാഹിനിയുടെയും ഓൺലൈൻ സംവിധാനങ്ങളുടെയൊക്കെ അകമ്പടിയോട് അടുത്തും അകലെയും ദൈവജനം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കൾ, നിങ്ങളെല്ലാവരെയും എത്രയും വേഗം ആകാശമേഘങ്ങളെ കീറിക്കൊണ്ട് മധ്യാകാശത്തിൽ നമ്മെ ചേർക്കാൻ വരാമെന്ന് നമുക്ക് വാക്ക് നൽകിയ നമ്മുടെ കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിൽ ഊഷ്മളമായ ക്രിസ്തീയ വന്ദനങ്ങൾ ഓർപ്പിക്കട്ടെ. പ്രിയ പ്രിൻസ് പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷവും ഈ വേദിയിൽ ദൈവവചനം ഉയർത്തുവാൻ എളിയദാസന് ദൈവം അവസരത്തെ അനുവദിച്ചു. ഈ പ്രാവശ്യവും വളരെ നേരത്തെ തന്നെ ആ ദൈവദാസൻ എന്നെ ക്ഷണിച്ചു. ഞാൻ വാക്ക് നൽകി. എന്നാൽ കടന്നു വരാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ അറിയിച്ചില്ല. മറ്റൊന്നുമല്ല, ദൈവം അനുവദിച്ചാൽ നാളെ കഴിഞ്ഞ് ഉച്ച മുതൽ ഇന്ത്യൻ സമയം ഖത്തർ സമയം 5 മണി മുതൽ പവർഷൻ്റെ ഒരു വലിയ മീറ്റിംഗ് ദോഹയിൽ വെച്ച് നടക്കുക. പവർഷൻ TV ആരംഭിക്കപ്പെട്ടിട്ട് 20ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് തന്നെ അതിനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ OTT പ്ലാറ്റ്ഫോമിൻ്റെ ലോഞ്ചിങ്ങും പവർഷൻ്റെ ഒരു വലിയ യോഗം ഇവിടെയുള്ള എല്ലാ ക്രൈസ്തവ സമൂഹത്തെയും കൂടെ ഒന്നിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു യോഗം. അതിന് പവർഷൻ്റെ അഡ്വൈസർ ബോർഡ് മെമ്പർ എന്ന നിലയിൽ ആ ഉത്തരവാദിത്വത്തിൻ്റെ കോർഡിനേഷൻ എന്നെയാണ് ഏൽപ്പിച്ചത്. ഇതിനോടകം തിരക്കിട്ട ശുശ്രൂഷകളുടെ നടുവിൽ 1-2 പ്രാവശ്യം പോവുകയും വരികയൊക്കെ ചെയ്തു. ഈ ദിവസങ്ങളിൽ ഞാനിവിടെ കാണേണ്ടതാണ്. എന്നാൽ ഇന്നും അതുപോലെ തന്നെ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ ഒഴിവാക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ദൈവം അനുവദിച്ചാൽ ഇവിടുത്തെ യോഗം കഴിഞ്ഞ് ഈ രാത്രി ഞാൻ പോകും. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 3:40 പ്ലെയിനാണ്. അതുകൊണ്ട് തന്നെ ഒരു 1 മണി 1:30 നെടുമ്പാശ്ശേരിയിൽ ചെല്ലണം. അത് അല്പം ബന്ധപ്പാടോട് ആ കാര്യത്തിലുമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ വേഗം ഒരു സന്ദേശം കൈമാറി പ്രാർത്ഥിച്ചു നിർത്താനുള്ള ഒരു വ്യഗ്രതയിലാണ് ഞാനായിരിക്കുന്നത്. എങ്കിലും ഏറിയ ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് നടക്കുന്ന ഒരു യോഗമായതുകൊണ്ട് തന്നെ ഈ യോഗത്തിനകത്ത് മറച്ചു വെച്ചിരിക്കുന്ന സകല ദൈവിക വിടുതലുകളും ഇന്ന് രാത്രിയിൽ ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. മുഖങ്ങൾ ദീർഘിപ്പിക്കാതെ കർത്താവിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകുമ്പോൾ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19ാമത്തെ അധ്യായത്തിൻ്റെ 17ാമത്തെ തിരുവചനം ഇന്നിൻ്റെ ചിന്തകൾക്ക് ആധാരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 19ാമത്തെ അധ്യായത്തിൻ്റെ 17ാമത്തെ തിരുവചനം. അവൻ അവനോട്, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കാം എന്ന് കൽപ്പിച്ചു. അവനവനോട്, നന്ന് ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുക എന്ന് കൽപ്പിച്ചു. ഈ തിരുവചന ഭാഗം ആത്മീയരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദർശനത്തെ ഒത്തിരി പുതുപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തിരുവചന ഭാഗത്തെ വളരെ ക്രമീകൃതമായി പഠിക്കുവാൻ ശ്രമിക്കുന്ന ഒരാൾ ഈ അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഈ അധ്യായത്തിൻ്റെ
പശ്ചാത്തലത്തെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലവുമായിട്ട് പരിചയപ്പെടേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ പുസ്തകത്തിൽ തുടങ്ങി ഈ അധ്യായത്തിലേക്ക് വരുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. സുവിശേഷങ്ങളുടെ എല്ലാം പ്രമേയം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വലുതും ചെറുതുമായ 150ഓളം സംഭവങ്ങളാണ് 4 സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു പറഞ്ഞ 43 ഉപമകളും യേശു ചെയ്ത 40ഓളം അത്ഭുതങ്ങൾ ഉൾപ്പെടെ 150ഓളം സംഭവങ്ങൾ. അതിനകത്ത് യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠിപ്പീരായിരുന്നു ദൈവരാജ്യം. ദൈവരാജ്യം, മാനസാന്തരം, ഇതൊക്കെ യേശുവിൻ്റെ പ്രധാനപ്പെട്ട പഠിപ്പീരുകളായിരുന്നു. ഈ ദൈവരാജ്യം എന്ന വിഷയത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ തൻ്റെ കേൾവിക്കാർ മനസ്സിലാകത്തക്ക നിലയിൽ യേശു കർത്താവ് ഏകദേശം 13ഓളം ഉപമകളാണ് അത് ഉപയോഗിക്കുന്നത്. 13 ഉപമകൾ. കിങ്ഡം ഓഫ് ഹെവൻ, ദൈവരാജ്യം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ 13 ഉപമകൾ. അതിനകത്ത് 5 കൃഷിയുമായി ബന്ധപ്പെട്ടതായിരുന്നു, 4 പണവുമായി ബന്ധപ്പെട്ടതായിരുന്നു, 2 വിരുന്നുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു, 1 മീൻപിടുത്തവുമായി ബന്ധപ്പെട്ടതായിരുന്നു, മറ്റൊരെണ്ണം ഭക്ഷണം പാകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പം ദൈവരാജ്യം സംബന്ധിച്ച് 13 ഉപമകൾ. അതിനകത്ത് 5 കൃഷിയുമായി ബന്ധപ്പെട്ട്, 4 പണവുമായി ബന്ധപ്പെട്ട്, അടുത്ത 2 മീൻപിടുത്തം, ഭക്ഷണം പാകം ചെയ്യുന്നതും വിരുന്നുമൊക്കെയായി ബന്ധപ്പെട്ട് യേശുക്രിസ്തു പറഞ്ഞ ഉപമകളിൽ കൂടെ ആളുകൾക്ക് മനസ്സിലായി എന്താണ് ദൈവരാജ്യം. ദൈവരാജ്യത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിയ ആളുകളോട് വാഴ്ത്തപ്പെട്ട കർത്താവ് ഓർപ്പിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള ഒരു പഠന വിഷയമാണ് ലൂക്കോസ് 19ൻ്റെ പ്രമേയം. എന്താ ലൂക്കോസ് 19 കൈകാര്യം ചെയ്യുന്ന വിഷയം? ഒറ്റ കാര്യമാണ്, ദൈവരാജ്യത്തിലെ ആത്മീക അനുഭവങ്ങൾ ഒരാൾക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ പ്രതികരണങ്ങൾ ആവശ്യമാണ്. ഹലോ, ഒന്നുകൂടെ ആവർത്തിക്കുക. ദൈവരാജ്യത്തിൻ്റെ നന്മകൾ ഒരാൾക്ക് കരഗതമാക്കണമെങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ ആത്മീക അനുഭവങ്ങൾ ഒരാൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ പ്രധാനമായിട്ടും അതിനെന്താവശ്യമുണ്ട്? പ്രതികരണങ്ങൾ ആവശ്യമുണ്ട്. പ്രതികരണങ്ങൾ. സ്തോത്രം. എങ്ങനെ പ്രതികരിക്കരുതെന്നും എങ്ങനെ പ്രതികരിക്കണമെന്നും പറയുക. ദൈവരാജ്യത്തിൽ എങ്ങനെ പ്രതികരിക്കണം, ദൈവരാജ്യത്തിൽ എങ്ങനെ പ്രതികരിക്കരുത്. പ്രധാനമായും ഭൗതിക സമ്പത്തിൻ്റെ ലോകമൊക്കെ മനുഷ്യനെ ഭ്രമിപ്പിക്കുന്നത് കൊണ്ട് പൊതുവെ പ്രതികരണങ്ങൾ കുറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. സ്തോത്രം. എല്ലാ മനുഷ്യരും ഈ മൊബൈൽ സ്ക്രീനിൻ്റെ ഒക്കെ മുൻപിലിരിക്കുന്നത് കൊണ്ട് പ്രതികരണങ്ങൾക്ക് വളരെ പ്രാധാന്യത കുറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിൽ പ്രതികരണത്തിന് വലിയ പ്രാധാന്യതയുണ്ടെന്നും എങ്ങനെ പ്രതികരിക്കരുത്, എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ലൂക്കോസ് 19 കൈകാര്യം ചെയ്യുകയാണ്. പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ വചനത്തോട് എങ്ങനെയൊക്കെ പ്രതികരിക്കരുത്, ദൈവത്തിൻ്റെ വചനത്തോട് എങ്ങനെയൊക്കെ പ്രതികരിക്കണം. ദൈവത്തിന് സ്തോത്രം. 4 പ്രതികരണങ്ങളാണ് ലൂക്കോസ് 19 വ്യത്യസ്തമാക്കുന്നത്. ഞാനതൊരു സംഖ്യാശാസ്ത്ര കണക്കിന് അടിസ്ഥാനത്തിൽ പറയാതെ എൻ്റെ ഒരു പ്രസംഗ സൗകര്യാർത്ഥമൊന്ന് പറയുവാനായിട്ടാണ് ഈ സന്ധ്യയിൽ താല്പര്യപ്പെടുന്നത്. ഒന്നാമത്തെ പ്രതികരണം അത് 19-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യമാണ്. ലൂക്കോസ് 19-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? പുരുഷാരത്തിൽ ചില പരീശന്മാരോ അവനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. കണ്ടോ? പുരുഷാരത്തിൽ ചില പരീശന്മാരോ അവനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അതിന് അവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും. അപ്പൊ എന്താ വിലക്കാൻ പറഞ്ഞത്? ഇവരുടെ ഒച്ചയും ബഹളമൊക്കെ എന്ത് ചെയ്യണം? ഹലോ ഹലോ ഹലോ, ഒന്ന് മുഖത്തോട്ട് നോക്കിക്കേ. എന്താ വിലക്കേണ്ടത്? ഇവരിത്ര ഒച്ച വെക്കേണ്ട ഒരു കാര്യവും ഇല്ല. സ്തോത്രം. ഇവരുടെ ഒച്ചയും ബഹളവും ഞങ്ങൾക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ സുവിശേഷത്തോടുള്ള ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അല്ലേ? ബൈബിളിനെ ആർക്കും ഇഷ്ടമില്ലാഴികയൊന്നുമില്ല. ബൈബിളിനെ ഇഷ്ടപ്പെടാത്ത ആരാ ലോകത്തിലുള്ളത്? ബൈബിള് പോലൊരു പുസ്തകത്തെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആർക്കാ പറ്റുന്നത്?
ലോകത്തിലെ മറ്റൊരു പുസ്തകത്തിനുമില്ലാത്ത 7ഓളം പ്രത്യേകതയുള്ള പുസ്തകമാണ് എൻ്റെ കയ്യിരിക്കുന്ന ഈ പുസ്തകം. ബൈബിളിൻ്റെ പുരാതനത്വം, ബൈബിളിൻ്റെ ആധുനികത, ബൈബിളിൻ്റെ വ്യത്യസ്തത, ബൈബിളിൻ്റെ ഐക്യത, ബൈബിളിൻ്റെ സ്വാധീനത, ബൈബിൾ നൽകുന്ന ആശ്വാസം, ബൈബിൾ ഉയർത്തുന്ന പ്രത്യാശ, 7 പഠന വിഷയമാണ്. 7 രാത്രി പ്രസംഗിച്ചാലും തീരാത്ത പഠന വിഷയമാണ്. അതുകൊണ്ട് തന്നെയാ ലോകത്തിൽ ഇന്ന് വരെ അച്ചടിക്കപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ട 2 പുസ്തകങ്ങളാണ്. ഒന്ന് കാറൽ മാർക്സ് വിഭാവനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അതിനേക്കാൾ 200 മടങ്ങൂടെ കൂടുതൽ അച്ചടിക്കപ്പെട്ട പുസ്തകമാണ് ഞാൻ ഇന്ന് രാത്രി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന വിശുദ്ധ ബൈബിൾ. ഞാനിത് പറഞ്ഞ് ചിട്ടപ്പെടുത്തി മേടിച്ച കവറാണ്. എനിക്ക് ഇതിൻ്റെ വലിപ്പം മനസ്സിലായി ഇത് പോക്കറ്റിൽ കൊണ്ട് നടക്കേണ്ട സംഗതിയല്ല. ഏത് രാജ്യത്ത് പോയാലും ഈ 3 കിലോ ഉള്ള ബൈബിളും കൊണ്ട് ഞാൻ പോകുന്നതിൻ്റെ കാര്യം അതാ. ഇതങ്ങനെ കൊണ്ടുപോകേണ്ടതല്ല, ഒതുക്കി പിടിച്ച് കൊണ്ടുപോകേണ്ടതല്ല, ഇത് ഉയർത്തിപ്പിടിച്ച് നടക്കേണ്ടതാ. സ്തോത്രം. കാരണം ഇതിൻ്റെ സ്വാധീനത മാത്രം മതിയല്ലോ. ബൈബിളിൻ്റെ സ്വാധീനത എന്താ? ബൈബിളിൻ്റെ സ്വാധീനത, ബൈബിൾ ഒരിക്കലും മനുഷ്യനെ ദൈവമാക്കുന്ന പുസ്തകമല്ല. ബൈബിൾ ഒരിക്കലും മനുഷ്യനെ മൃഗമാക്കുന്ന പുസ്തകമല്ല. നിങ്ങൾ 1000 മടങ്ങ് 1000 വർഷം ഇതും ചുമന്നുകൊണ്ട് നടന്നാലും ബൈബിൾ പിടിക്കുന്ന ആരും ദൈവമാകത്തില്ല. ആരെയും ബൈബിൾ ദൈവമാക്കത്തുമില്ല. അങ്ങനെ പല മധ്യസ്ഥന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞവർക്കെതിരെയൊക്കെ ഞങ്ങൾ തെരുവിൽ നിന്ന് പ്രസംഗിച്ചു. ഇപ്പം പിന്നെ ഒരു സന്തോഷമുള്ളത്, ഞങ്ങളുടെ ആ പ്രസംഗങ്ങളെ മാർപ്പാപ്പ വരെ അംഗീകരിച്ചെന്നുള്ളതാണ്. സ്തോത്രം. അദ്ദേഹം പോലും പറഞ്ഞു, ഇനി ഒത്തിരി മധ്യസ്ഥന്മാരൊന്നുമില്ല, ഏക മധ്യസ്ഥനേ ഉള്ളൂ, പുള്ളിയുടെ പുറകെ പോകാവുള്ളൂ, ബാക്കിയെല്ലാം അബദ്ധമാണ്. അത് ഞങ്ങളുടെ ഉദ്ദേശിമാർ എത്രയോ കൊല്ലങ്ങളായി പറയുന്ന കാര്യമാണ്. പിന്നെ ബൈബിളിൻ്റെ പ്രത്യേകത, മനുഷ്യനെ ഇത് മൃഗാക്കത്തില്ല കേട്ടോ. ബൈബിൾ വായിച്ചതിൻ്റെ ആഹ്വാനത്തിൽ ഞാൻ ഇന്നാരെ കൊന്നതെന്ന് പറയാൻ ബോധമുള്ള ഒരു മനുഷ്യന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊക്കെ ബൈബിൾ വായിച്ചുകൊണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ജനിച്ചു വളർന്നത് ബെന്തിക്കോസിലാണ്. എനിക്കൊരു 1.5 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ബെന്തിക്കോസിലാൽ എൻ്റെ മാതാപിതാക്കൾ വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. ഞാൻ ഇന്ന് വരെ ഒരു സിനിമാ കോട്ടയുടെ അകത്ത് കയറിയിട്ടില്ല. ഞാൻ കള്ളും കുപ്പിയെ തൊട്ടിട്ടേ ഇല്ല. ഞാനൊരു സിഗരറ്റെ പോലും പിടിച്ചിട്ടില്ല. എനിക്കതിൻ്റെ രുചി അറിയത്തില്ല. ഞാൻ AGയുടെ ഗ്രൗണ്ടിലാണോ പ്രസംഗിക്കുന്നത് അതോ ഏതെങ്കിലും മതസൗഹാർദ്ദ ഒറ്റ മനുഷ്യനൊന്ന് കര ഉയർത്തി സ്വോത്രം പറഞ്ഞിരുന്നേ എനിക്കൊരു സങ്കടമില്ലായിരുന്നു. സത്യഭാസ്കർ 44 വയസ്സിനിടയിൽ ഇന്ന് വരെ സിനിമാ കോട്ടയിൽ കയറിയിട്ടില്ലെന്ന് ഒരു പെന്തിക്കോസ് സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു മനുഷ്യനൊന്ന് കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചിരുന്നെങ്കിൽ. അതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ സാക്ഷ്യം നിങ്ങളോട് ആരോടും പറയാഞ്ഞത്. ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞ് നിങ്ങളെ കൊണ്ട് സ്വോത്രം പറയിപ്പിക്കണേ. ഞാൻ ആരെയും കൊന്നേച്ച് സെൻട്രൽ ജയിലിൽ പോയി കിടന്നേച്ച് അവിടുന്ന് മാനസാന്തരപ്പെട്ട് വന്നാലേ എൻ്റെ സാക്ഷ്യം കേട്ട് നിങ്ങളെന്ത്, അതിനാണല്ലോ നിങ്ങളൊക്കെ സാക്ഷ്യം എന്ന് പറയുന്നത്. സത്യത്തിൽ അതാണോ സാക്ഷ്യം അതോ ഇതാണോ സാക്ഷ്യം? ഞാൻ വിശ്വസിക്കുന്നത് ഇതാ സാക്ഷ്യം. ഈ ലോകം മുഴുവൻ മ്ലേച്ഛത ഉള്ളപ്പോഴും അനന്യരും പരമാർത്ഥികളും നിഷ്കളങ്കരും വിശുദ്ധരുമായി ഈ ലോകത്ത് ജീവിക്കുന്നതിന് അപ്പുറത്ത് ഒരു സാക്ഷ്യമില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എൻ്റെ ഒപ്പം ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ കര ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിക്കുക പ്രിയപ്പെട്ടവരെ. ഇതിനപ്പുറത്തൊരു സാക്ഷിയില്ല. പെന്തിക്കോസിന്റെ പ്രത്യേകത ഇതാ. പെന്തിക്കോസുകാർ കള്ളം പറയുന്നവരല്ല, പെന്തിക്കോസുകാർ കള്ളു കുടിക്കുന്നവരല്ല, പെന്തിക്കോസുകാർ അതിരുമാന്തത്തില്ല, പെന്തിക്കോസുകാർ ചെയ്യുന്ന ഏത് കാര്യത്തിലും വിശ്വസ്തത ആണു. ഈ ഞങ്ങൾ ജന്മം കൊണ്ട് റാന്നിക്കാരനാണെങ്കിലും ഞാൻ 15 വർഷമായിട്ട് താമസിക്കുന്നത് ഈ തിരുവല്ലയ്ക്കടുത്ത് പടിഞ്ഞാറ്റോതറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ശാരവല്ലി ഒരു റീജൻ, അതെ, ഒരു സെഷൻ പാസ്റ്റർ ഉണ്ട്, അച്ചൻകുഞ്ഞു പാസ്റ്റർ, പാറയിലെ അച്ചൻകുഞ്ഞു പാസ്റ്റർ. അവരുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ പാല് മേടിക്കുന്നത്. 15 വർഷമായി. ഞാനൊന്നും മാറിയാൽ മതി അവിടെ കയറാൻ 50 പേര് നിൽക്കുക. കാരണം അച്ചൻകുഞ്ഞു പാസ്റ്റർ വീട്ടിലെ പാല് അതിനകത്ത് വെള്ളമില്ല. പെന്തിക്കോസുകാരുടെ വീടിൻ്റെ പ്രത്യേകതയായത്. ഞങ്ങൾ കള്ളം പറയത്തില്ല, ഞങ്ങൾ കള്ളു കുടിക്കത്തില്ല, ഞങ്ങൾ പാല് വെള്ളം ചേർക്കത്തില്ല, ഞങ്ങൾ കോടതി കേസ് കൊടുക്കത്തില്ല. നിങ്ങളാരും ആ കൂട്ടത്തിലില്ലാത്തതോർത്ത് ഞങ്ങളുടെ കാര്യം പറഞ്ഞു. ഞങ്ങൾ പെന്തിക്കോസുകാരാ, ഞങ്ങളങ്ങനെ. പിന്നെ ഞങ്ങളെക്കുറിച്ചുള്ള ആകെപ്പാടെയുള്ള ഒരു ദോഷമാണ് ഞാൻ പറഞ്ഞത്. ഇച്ചിരി ഒച്ച ഉണ്ട്. പുനലൂരുകാരെ കണ്ടാൽ ആരും ഒട്ടത് പറയത്തുമില്ല. എന്നാ ഡീസൻ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന് നോക്കിക്കേ. ഞാനിവിടെ വന്ന് തഞ്ചാവൂർ വില്യം പാസ് തുള്ളിച്ചാടി പാടിയിട്ട് എന്തോ ഒരു അത്ഭുത ജീവിയെ നോക്കുന്നത് പോലെ നോക്കി നിൽക്കുന്നവരെ കണ്ട എന്തോ പറയണ്ടേ.
ഞാൻ ഇച്ചിരി നേരം ഒന്ന് ചിരിച്ചു നിങ്ങളുടെ ഈ നിപ്പ് കണ്ടിട്ട്. ഇന്നത്തെ പോലെ ടെൻഷൻ അടിച്ച് വന്ന ഒരു ദിവസം വേറെയില്ല. കാരണം എൻ്റെ പാസ്റ്ററെ, എൻ്റെ ഭാര്യ ഇന്നലെ ഖത്തറിൽ അവൾ 3-4 ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ഇപ്പോഴാണ് ഇത്രയും വലിയ ഉത്തരവാദിത്തം, ഈ പിള്ളേരെ വളർത്തുന്ന ഉത്തരവാദിത്തം ഇന്നാ സത്യമായിട്ട് എനിക്ക് മനസ്സിലായത്. കാര്യം നമ്മളത് ചെയ്യുന്നില്ലല്ലോ, നമ്മളങ്ങനെ പോവല്ലേ. എന്നോട് പറഞ്ഞു, ഉറപ്പായിട്ടും മുടി വെട്ടിക്കാതെ നിർത്തരുത്, വരുമ്പോഴേ നമുക്കൊരു കല്യാണമുണ്ട് സഭയിൽ, അതുകൊണ്ട് 3 പേരുടെ മുടി വെട്ടിക്കണം. അതിൻ്റെ പുറകെ പോയോണ്ടാണ് ഞാൻ 15 മിനിറ്റ് കൂടെ താമസിച്ചു പോയത്. എൻ്റെ ഒരു സ്നേഹിതൻ, എൻ്റെ കൂടെ പഠിച്ച, എൻ്റെ കൂടെ റാന്നി കോളേജിൽ പഠിച്ച, അദ്ദേഹം ഒരു പാസ്റ്ററാ, ഷാരോയിലെ ഒരു പാസ്റ്ററാ, കർത്താവിൻ്റെ ദാസൻ ഹാബേൽ PJ. അദ്ദേഹം ഇന്ന് രാത്രി എന്നെ കൊണ്ട് വണ്ടി കൊണ്ട് വന്ന് ഭയങ്കര സ്പീഡിൽ വരുമ്പോഴും ദൈവത്തിന് സ്തോത്രം, നല്ല എത്രയും പെട്ടെന്ന് ഇവിടെ വരാനും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനും ഒക്കെയുള്ള ബന്ധപ്പാടി. ഇങ്ങനെ ഞാൻ വന്നപ്പോൾ നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ ഞാനൊന്ന് ഇരുന്ന് ചിരിച്ചു പോയി. കാരണം ഈ പ്രതികരണങ്ങളില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ, അത് ഇവിടെ നിന്നല്ല, മിക്കവാറും എല്ലായിടത്തും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. ഞാൻ പൊതുവെ ഇച്ചിരി ഒച്ച വെച്ച് പ്രസംഗിക്കുന്ന കൂട്ടത്തില്ല. എന്നോട് ഇവിടെ ഒരാൾ പറഞ്ഞൊരു കാര്യ, പക്ഷേ നല്ല കെങ്കേമം പ്രസംഗം ആശയമൊക്കെ, പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ, ഭയങ്കര ഒച്ചയാണ്. ഇച്ചിരി കൂടെയൊക്കെ ഒന്ന് ശാന്തമായിട്ട് ഞാൻ അന്ന് തീരുമാനിച്ചു, ശാന്തമായിട്ട് ഇനിയും പ്രസംഗിച്ച് നാട്ടുകാരെ കാണിച്ചിട്ടേ ഉള്ളത് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനമൊക്കെ എടുത്ത് വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം അടുത്ത യോഗസ്ഥലത്ത് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോണേലും ഒരു റെയിൽവേ ക്രോസ് കടക്കാതെ പോകാൻ പറ്റത്തില്ല. ആ ക്രോസിൻ്റെ അവിടെ ഞാൻ വന്നപ്പോൾ ആ ഗേറ്റ് ഇങ്ങനെ അടച്ചോണ്ടിരിക്കുക. പക്ഷേ എന്തോ പറ്റിയെന്നറിയത്തില്ല, അതങ്ങ് സ്റ്റക്കായിപ്പോയി, തുറക്കുന്നുമില്ല അടയുന്നുമില്ല. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ, വണ്ടിയിരുന്ന് നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് എന്നെ സ്പീഡിൽ അവൻ ആ ഇറക്ക ഈ സൈക്കിളെ വരുന്നത് അത് കണ്ടപ്പോഴത്തേന് ആ ഗേറ്റ് കീപ്പർക്ക് അപകടം മണത്തിട്ട് അയാൾ എന്ത് ചെയ്തെന്നറിയാം, അയാൾ ആ ഗേറ്റെല്ലാം ചാടിക്കടന്ന് അലറി വിളിച്ച് പറയാ, എടാ നിർത്തണം നിർത്തണം, ട്രെയിൻ വരുന്നടാ, നിർത്തണം. ഇത് കേട്ടപ്പോഴത്തേന് എനിക്കങ്ങ് അസ്വസ്ഥത തോന്നി. ഞാൻ വണ്ടി നിർത്തി ഇറങ്ങിച്ചെന്ന് അങ്ങേരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാ സാറേ ഇത്ര ഒച്ച വെക്കുന്നത്, മര്യാദയ്ക്ക് പറഞ്ഞാൽ പോരായോ? അപ്പം അയാൾ എന്നോട് ചോദിക്കുക, താൻ എന്നാ ബോധമില്ലാത്ത മനുഷ്യനാ, അപകടം വരുന്നത് കണ്ടാൽ ആരാ അലറാത്തതെന്നാ. അതാ ഞങ്ങളും ഈ അലറിക്കൊണ്ട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമമേ ഉള്ളൂ, അത് നസ്രത്തിലെ യേശു ക്രിസ്തുവാണെന്ന് ഉച്ചൈസ്തരെ ഉറക്കെ പറയാൻ പറ്റുന്ന ദൈവമക്കളൊക്കെ ആദരം തുറന്ന് പറ, ഒറ്റ രക്ഷകൻ, ഏക മധ്യസ്ഥൻ. അത് പറയാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ലോകം അല്ല അച്ഛാ, നമ്മളെല്ലാം ഇതിനാ ഇവിടെ വന്നിരിക്കുന്നത്. വാഗത്താനം മുതൽ എനിക്ക് പരിചയമുള്ള അച്ഛനാ, ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് ഒറ്റ കാര്യത്തില, ലോകം ഒരു വലിയ അപകടത്തില. ഇനി ഒത്തിരി നാൾ പോകുമെന്ന് ആരും വിചാരിക്കരുത്. 2025 വരെ 25 വർഷത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൂ, എന്തെല്ലാം പ്രതിസന്ധിയായി ലോകത്ത് സംജാതമായത്. ഓസോൺ പാളിയുടെ സുഷിരം, മേഘ വിസ്ഫോടനം അല്ലേ, അതുപോലെ തന്നെ സുനാമി പോലുള്ള പ്രതിഭാസങ്ങൾ, അതിലെല്ലാം അപ്പുറത്ത് വൈറസുകൾ വല്ലാതെ ഭൂമിയെ ഗ്രസിക്കുന്നു അല്ലേ. എത്ര എണ്ണ 25 വർഷത്തിനകത്ത് 17 എണ്ണ ഈ ഭൂമിയുടെ നേരെ ഇങ്ങനെ കടന്നു വന്നത്. സാർസ്, മെർസ്, നിപ്പ, ആന്ത്രാക്സ്, എംബോള, ക്രാന്തിപ്പശു, പന്നിപ്പനി, പക്ഷിപ്പനി, യെല്ലോ ഫംഗസ്, ബ്ലാക്ക് ഫംഗസ്, നോറ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്, സിക്ക വൈറസ് തുടങ്ങി ലോകത്തിലെ 215 രാജ്യങ്ങളെ മുഖം മൂടി അണിയിച്ച സോപ്പ് വെള്ളത്തിൽ അലിഞ്ഞുപോയ കോവിഡ് ഉൾപ്പെടെ 17 വൈറസുകൾ അനന്തതയുടെ അഗാധ നടിച്ചുയർന്ന് ഞൊരഞ്ഞു പതഞ്ഞ് തീരത്തടയുന്ന തിരമാല പോലെ മനുഷ്യകുലത്തിനു നേരെ കടന്നുകയറ്റം നടത്തുന്ന കലികാലത്ത് ഞങ്ങൾ പുനലൂരിനോട് ഉറക്കെ പറയുകയാ, ലോകം ഒരു വലിയ അപകടത്തില. നിങ്ങളാരും ദൈവമില്ലാത്തവരായി കത്തുന്ന നരകത്തിൽ പോകരുതേ. ഇത് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ സഹോദരങ്ങളാ നിങ്ങളുടെ പേരെന്താണേലും നിങ്ങളുടെ ചോര ഞങ്ങളുടെ ചോര ഒരേ ചോരയാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ദൈവമില്ലാത്തവരായി നിങ്ങളാരും നരകത്തിൽ പോകരുത്. ഇനി അന്നത്തെ പോലെ ഇന്നും ഒത്തിരി പേരൊക്കെ പറയുന്നുണ്ട് മിണ്ടാതാക്കാൻ, പക്ഷെ ഞങ്ങൾ മിണ്ടാതാകത്തില്ല. കാരണം ഇതുപോലൊരു ദൈവത്തെ കണ്ടവന് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല.
സ്വോത്രം സ്വോത്രം സ്വോത്രം. അപ്പോൾ ഒന്നാമത്തെ പ്രതികരണമാണ് ഞാൻ പറഞ്ഞത്. എന്താ? മിണ്ടാതിരിക്കാനുള്ള ഒരു പ്രതികരണം. ഇനി രണ്ടാമത്തെ ഒരു പ്രതികരണമുണ്ട് കേട്ടോ. ആ പ്രതികരണം എന്താണെന്ന് അവിടെ തന്നെ കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതെ, രണ്ടാമത്തെ പ്രതികരണം ഒന്ന് വായിച്ചു നോക്കിക്കേ. രണ്ടാമത്തെ പ്രതികരണം അവർ പറയുക മിണ്ടാതിരിക്കാനാ ഒന്നാമത്തെ കാര്യം പറയുന്നതെങ്കിൽ രണ്ടാമത്തെ പ്രതികരണം അവിടെ തന്നെ കിടക്കുക. ദൈവത്തിന് സ്തോത്രം. അതെ, ഇത് റെസ്പോൺസ് ഓഫ് praising heart, ഇത് റെസ്പോൺസ് ഓഫ് വർഷിപ്പിംഗ് ഹാർട്ട്. ദൈവത്തിന് സ്തോത്രം. ആരാ അവിടെ പ്രൈസ് ചെയ്യുന്നത്? ദൈവത്തിന് സ്തോത്രം. അവനാൽ നടന്ന സകല വീര്യപ്രവർത്തികളും അനുഭവിച്ച ശിഷ്യഗണങ്ങൾ എന്ത് ചെയ്യുക? അത്യുച്ചത്തിൽ അവനെ എന്ത് ചെയ്യുക? ആർത്തു സ്തുതിക്കുക. അങ്ങനെയാണോ എന്ന് നോക്കിക്കേ. 19:37-38 വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. ലൂക്കോസ് 19:37-38 വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. അവൻ ഒലിവുമലയുടെ ഇറക്കത്തിനടുത്തപ്പോൾ യെസ്, ശിഷ്യന്മാരുടെ കൂട്ടം എല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ചു അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്. ആരാ? പ്രൈസിങ് പീപ്പിൾ. ആരാ? എന്താ ഇവർ പ്രൈസ് ചെയ്യാൻ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. അവനാൽ നടന്ന സകല അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും. ഈ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയതിൽ പിന്നെ ജീവിതത്തിൽ അത്ഭുതം അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുകയാ, നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചോണം. ഒരു ദൈവപൈതൽ ദൈവത്തെ സ്തുതിക്കുന്നതിന് രണ്ട് കാരണങ്ങളാ. ഒന്ന്, ദൈവം അവരെ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോഴാണ് അവർ ദൈവത്തെ സ്തുതിക്കുന്നത്. അതെ, ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കണമെങ്കിൽ ഇരുന്നച്ച് മുന്നോട്ട് നോക്കുന്നതിന് മുമ്പ് ഏത് യോഗത്തിലും ഇരുന്നച്ച് പുറകിലോട്ടൊന്ന് നോക്കണം. ഈജിപ്തിലെ ഇഷ്ടിക ചൂളകളിൽ അഷ്ടിക്കും ആകാരത്തിനും വകയില്ലാതെ കഷ്ടപ്പെട്ട കാലത്ത് ദൈവത്തോട് നിലവിളിച്ച് പുറപ്പാട് പ്രാപിച്ച ജനത, ദൈവിക നടത്തിപ്പുകളുടെ അത്ഭുതം അനുഭവിച്ചവർ 80-88 വയസ്സും നോക്കാതെ, പ്രായം നോക്കാതെ ദൈവത്തെ ആരാധിച്ചതിന്റെ കാരണം ചേർന്ന് പറ, നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ ഇന്ന് രാത്രി വരെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ നടത്തിയത് എൻ്റെ ദൈവമാണെന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ആദരങ്ങളെ തുറന്ന് അല്പസമയങ്ങൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. അവനാൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തത് മാത്രമാ ഞാൻ അനുഭവിക്കുന്ന നന്മകളെന്ന് പറയാൻ പറ്റുന്നവർ. ഇസ്രായേൽ ആരാധിച്ചതിന് രണ്ട് കാരണം. ഒന്ന്, നടത്തിയ വിധം ഓർത്ത് അവർ ദൈവത്തെ ആരാധിച്ചു. രണ്ട്, പോകാൻ പോകുന്ന വാഗ്ദത്ത നാടിനെ കണ്ടുകൊണ്ട് അവർ ദൈവത്തെ ആരാധിച്ചത്. അവർ ചെന്ന നാട്ടിലൊക്കെ അവർ ഗസ്റ്റാ. ആ നാട്ടിലെ ഏറ്റവും നല്ലതാ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തത്. അത് ഭക്ഷിക്കുമ്പം, അവിടുത്തെ നല്ല നല്ല ഫുഡൊക്കെ ഭക്ഷിക്കുമ്പം അവരുടെ മക്കൾ പറഞ്ഞു, ഇതെന്തോ അപ്പ മിശ്രമിനേക്കാളൊക്കെ എത്ര മകൾ തരാ. അപ്പം അപ്പനവരോട് പറഞ്ഞു, ഒരു കാര്യമുണ്ട് മക്കളെ, ഇവിടെ അല്ല നമ്മുടെ സ്വന്തം നാട്, ഇതല്ല നമ്മുടെ സ്വന്തം വീട്, ഇതിനപ്പുറത്തൊരു വാഗ്ദത്ത നാട് ദൈവം നമുക്ക് വേണ്ടി. ജീസസ്, ഹല്ലേലൂയ. അപ്പം റിജക്റ്റിംഗ് ഹാർട്ടുണ്ട്, വർഷിപ്പിംഗ് ഹാർട്ടുണ്ട്. സ്തോത്രം. നടത്തിയ അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികൾ, ദൈവിക നന്മകൾ അതനുഭവിച്ച ദൈവമക്കളോട് ഞാൻ പറയുക, ഒരിക്കലും തിരസ്കരണ മനോഭാവം നമ്മളിൽ ഉണ്ടാകരുത്. ഒരത്ഭുതമെങ്കിലും ദൈവം ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നമ്മളിൽ നിന്ന് എന്തുണ്ടാകരുത്? ഒരു തിരസ്കരണ മനോഭാവം ഉണ്ടാകരുത്. ഈ ദൈവവചനത്തെ ഒരിക്കലും, ദൈവവചനത്തിൻ്റെ മുമ്പിൽ എന്തു ചെയ്യരുതെന്ന് ദൈവവചനം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എബ്രായ സഭയോട് പൗലോസ് പറയുന്ന 5 കാര്യങ്ങളുണ്ട്. ഈജിപ്തിലെ ഇഷ്ടിക ചൂളകളിൽ നിന്ന് ദൈവം വിടുതൽ കൊടുത്തു വന്ന ജനതയുടെ പിന്മുറക്കാർ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം എബ്രായ അനുഭവത്തിൽ നിന്ന് ക്രൈസ്തവ അനുഭവത്തിലേക്ക് നയിക്കപ്പെട്ട ആളുകൾ ദൈവകൃപയെ അനുഭവിച്ച് ആദ്യമൊക്കെ വളരെ ഉത്സാഹത്തോടൊക്കെ ജീവിച്ചിട്ടും പിന്നീട് അവർ ചെയ്ത കുറേ അബദ്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാ കർത്താവിൻ്റെ ആത്മാവ് 5 കാര്യം അവരോട് പറഞ്ഞു. വചനത്തിന് നിരക്കാത്ത 5 കാര്യം, ചെയ്യരുതാത്ത 5 കാര്യം. എന്തൊക്കെയാ? ഒന്ന്, എബ്രായർ 2:1, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത്. അപ്പം വചനം നമ്മളിൽ നിന്ന് എന്ത് ചെയ്യരുത്? ഒന്ന് ചേർന്ന് പറ പ്രിയപ്പെട്ടവരെ, ഒഴുകിപ്പോകരുത്.
എന്തുകൊണ്ടാണ് ഒഴുകിപ്പോകരുതെന്ന് പറയുന്നതിൻ്റെ കാരണം അതാ, ഒഴുകിപ്പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു സാധനമായോണ്ട ഒഴുകിപ്പോകരുത്. ഇനിയും 3:12 എബ്രായ ലേഖനം എന്താ? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആരിലും. അപ്പൊ വചനത്തെ അവിശ്വസിക്കുന്ന ഹൃദയത്തെ ദൈവത്തിന്റെ വചനം പറയുക എന്തോ ഹൃദയം? അത് ദുഷ്ടഹൃദയ. ഒഴുകിപ്പോകരുത്, ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. ഇനി 5:11 നോക്കിക്കേ. കേൾപ്പാൻ മാന്യമുള്ളവരാകരുത്. വചനം കേൾപ്പാൻ എന്ത് ചെയ്യരുത്? മാന്യമുള്ളവരാകരുത്. സ്തോത്രം. ഈ യോഗത്തിലൊക്കെ ഒരുമാതിരി ഈ അമ്മായിമ്മ മരിച്ച വീട്ടിൽ മരുമോൻ ഇരിക്കുന്നത് പോലെ ഇരിക്കരുതെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവരെല്ലാവരും അടക്കാരാധന നടത്തുന്ന ദൈവാസന്മാരെ. നമ്മൾ ഈ മിക്കവാറൊക്കെ ലാസ്റ്റ് പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ആ വീട്ടിലെ മരുമക്കളെ കണ്ടെത്തുന്നതിന് ഒരു പാടുമില്ല. പെൺപിള്ളേരുടെ ഭർത്താക്കന്മാരെ അവന്മാരും ഇരിക്കത്തില്ല. അവരെല്ലാം ഈ നടത്തിപ്പ വഴി കൂടെ ഭയങ്കര നടത്തിപ്പ. പിന്നെ ഇരിക്കുകയാണേലും പ്രിൻസിപ്പാസ് പ്രസംഗിക്കുന്ന അവസാനത്തെ 10 മിനിറ്റ് ആയിരിക്കുന്നു. ആ ഇരിപ്പ് കണ്ടിട്ടുണ്ടോ? താടിക്ക് കൈ കൊടുത്തൊരു ഇരിപ്പ. അത് പാസ് പ്രസംഗിക്കുന്നതുകൊണ്ടുള്ള സങ്കടം കൊണ്ടല്ല പാസ്റ്ററെ. ഇത് എപ്പോൾ പ്രസംഗിച്ച് നിർത്തും, എപ്പോൾ കൊണ്ട് അടക്കാൻ പറ്റും, അടക്കി വെച്ച് തിരിച്ചു വന്നാൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കേണ്ടി വരുമോ, അതോ ഞാൻ ഇവിടെ നിന്ന് പോകണോ? ഞാൻ പോയ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വരുമോ, അതോ അവളിവിടെ നിൽക്കുമോ? അവളിവിടെ നിന്നാൽ എത്ര ദിവസം വരെ അവളിവിടെ നിൽക്കും? ഇങ്ങനെ നീറുന്ന 100 പ്രശ്നവുമായിട്ടാണ് പുള്ളി താടിക്ക് കൈ കൊടുത്തിരിക്കുന്നത്. ഈ ഇരിപ്പ് ദൈവസന്നിധി ഇരിക്കരുത്, ദൈവം ചെയ്തിരിക്കരുത്. ദൈവത്തിൻ്റെ വചനത്തോട് കേൾപ്പാൻ മാന്യമുള്ളവരാണ്. ഇനി 4ാമത്തെ കാര്യം 10:26 പറയാ, വചനത്തെ മനഃപൂർവ്വം നിരാകരിക്കരുത്. 5ാമത്തെ കാര്യം പറയാ 10:25, അരുളി ചെയ്തവനെ എന്ത് ചെയ്യരുത്? നിരസിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പിന്നെന്തോ എടുക്കണം? ഒറ്റ കാര്യം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ടതിനെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. അടുത്തത്, വിശ്വസിക്കുന്ന നിങ്ങളിൽ പറ, അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയാണ് വചനത്തെ എന്തോ ചെയ്യണം? കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കണം. വിശ്വസിക്കാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ വിശ്വസിച്ച വചനം നിങ്ങളിൽ അങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങും. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉറക്കെ പറ, ഉയർപ്പിച്ചു. അർത്തമീസ് ദേവിയുടെ ക്ഷേത്രമുള്ള ആഭിചാരത്തിനും മന്ത്രവാദത്തിനും മന്ത്രചരടിനുമൊക്കെ വളരെ പ്രാധാന്യതയുള്ള എഫെസോസ് പട്ടണത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഉറക്കെ പറയുകയാ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി വ്യാപരിക്കുന്ന നിങ്ങളുടെ കണക്കൂട്ടലിനൊക്കെ അപ്പുറത്ത് വ്യാപരിക്കാൻ ദൈവവചനത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന സാധാരണ ഒരു യോഗത്തിൽ നടന്ന അത്ഭുതം ഞാൻ എങ്ങും പറയാറില്ല, പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. മിനിഞ്ഞാന്ന് രാത്രി ഞാനൊരു യോഗത്തിന് പോകുമ്പോൾ ഒരു സഹോദരി എൻ്റെ ഫോണെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങളുടെ യോഗങ്ങൾ TV കണ്ട് ഒരിക്കൽ നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വന്നതാ, ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ. എൻ്റെ സിസ്റ്റർ അയർലൻഡിലാണ്. ദൈവത്തിന് സ്തോത്രം. അവൾ വന്നത് 1 വർഷമായിട്ട് മാറാത്ത ഛർദിലിന് വേണ്ടി പ്രാർത്ഥിക്കാനാ. ഞാനാ പറഞ്ഞത്, ഒരു കുപ്പി വെള്ളം കൂടെ എടുത്തോ, നമുക്ക് പ്രാർത്ഥിച്ച് അത് മേടിച്ചോണ്ട് പോകാം. അതെ, ചിലപ്പോൾ പ്രാർത്ഥനയെ കൂടെ ഒരു സൗഖ്യം വ്യാപരിച്ചാലോ. ആ വെള്ളം പ്രാർത്ഥിച്ച് മേടിച്ച് ഒരു സിപ്പ് കുടിച്ചപ്പോൾ കഴിഞ്ഞ വർഷമായിട്ട് തുടർന്ന ഛർദിൽ നിന്നു. ദൈവത്തിന് സ്തോത്രം. ആ വെള്ളവും കൊണ്ട് അവൾ അയർലൻഡിൽ പോയി. അത് പുണ്യവെള്ളമായത് കൊണ്ടല്ല, പ്രാർത്ഥനയുടെ ശക്തിയെ ഒരുത്തൻ വിശ്വസിക്കാൻ തയ്യാറായപ്പം. ഇന്ന് രാത്രി ഞാനിവിടെ പറയുന്നത് എന്തിനാണെന്നറിയോ? ഈ പന്തലിൽ നിന്ന് നീ ഇറങ്ങുന്നതിന് മുമ്പ് അസാധാരണമായ ഒരു സൗഖ്യം നിന്റെ ശരീരത്തിലേക്ക് പകരാൻ കർത്തൃദാസൻ പറഞ്ഞതുപോലെ ഇത് കാക്കയുടെ കാലമല്ല, ഇത് മനുഷ്യന്റെ കാലമല്ല. അവരെയൊക്കെ പ്രൈസ് ചെയ്യേണ്ട കാലമൊക്കെ കഴിഞ്ഞു. കാക്കയുടെ കാലം കെരീത്തില്ല, മനുഷ്യന്റെ കാലം സാരാഫാത്തില്ല. പക്ഷെ നമ്മളിപ്പോ വന്നു നിൽക്കുന്നത് കർമ്മേലിൽ
നടക്കുകയില്ല. ഇവിടെ സംഭവിക്കേണ്ടത് എ ഹെവൻലി എൻകൗണ്ടർ നടക്കേണ്ടത്. എ ഫയർ ഫ്രം ഹെവൻ. യെസ്, ഒരു തീ സ്വർഗത്തിൽ നിന്ന് കത്താൻ തുടങ്ങിയാലേ ചില കാര്യങ്ങൾക്ക് പരിഹാരമാകത്തുള്ളത് തിരിച്ചറിയുന്ന ശക്തമായ ദൈവസാന്നിധ്യം ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഒരു തീ കത്തുന്ന രാത്രിയാ. സ്വർഗത്തിന്റെ ഒരു തീ കത്തും. അഭിഷേകം തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ സത്യാരാധനയുടെ മഹത്വത്തെ തടയാൻ, താളം തട്ടിക്കാൻ വെച്ചുപൂജ ശക്തികളും അന്യാരാധന ശക്തികളും ആൾദൈവ ശക്തികളും ഒക്കെ പോരാടുമ്പോ ഒരു തീ, ദൈവത്തിന്റെ തീ. സ്തോത്ര 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 സ്തോത്ര. ജീസസ്, ഹല്ലേലൂയ. ഞാൻ രണ്ട് പ്രതികരണങ്ങൾ പറഞ്ഞു. ഒന്ന് തിരസ്കരണത്തിന്റെ പ്രതികരണം, രണ്ട് ആരാധനയുടെ പ്രതികരണം. മൂന്നാമത്തേതിലും നാലാമത്തേതിലുമാണ് ഞാൻ ഇന്ന് രാത്രി കൂടുതൽ നിൽക്കാൻ പോകുന്നു. മൂന്നാമത്തെ പ്രതികരണം ഇത് സീക്കിംഗ് ഹാർട്ട്, അന്വേഷണത്തിന്റെ പ്രതികരണം. ലൂക്കോസ് 19:5. യെസ്, 19:5. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ആ സ്ഥലത്തെത്തിയപ്പം മേലോട്ട് നോക്കി, സക്കായി ഇറങ്ങി വാ, നിന്റെ വീട്ടിൽ ഞാൻ പാർക്കേണ്ടത്. ഈ ഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് നന്നായിട്ടറിയാം. മഹാനായ ഹെരോദാവിന്റെ മകൻ അർക്കല്ലോസും മോടി പിടിപ്പിച്ച് എരികോ കടന്ന് ഏകദേശം 48 കിലോമീറ്റർ സഞ്ചരിച്ച് യെറുശലേമിലേക്കുള്ള മൂന്നാമത്തെയും അവസാനത്തെയും രാജകീയ യാത്രയാണ് ഇവിടെ നടക്കുന്നത്. ആ യാത്രയെ ആയിരങ്ങൾ അനുധാവനം ചെയ്യാനൊരു കാരണമുണ്ട്. യോഹന്നാൻ 11 പശ്ചാത്തലത്തിൽ പഠിച്ചാൽ ചില ആഴ്ചകൾക്കല്ല, ചില ദിവസങ്ങൾക്ക് മുമ്പ് എരികോ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്ന് 15 മൈൽ മാത്രം അപ്പുറത്തുള്ള ബഥാനി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നടന്ന വലിയൊരു അത്ഭുതം. എന്താ അത്ഭുതം? ചരിത്രത്തിന്റെ തീരുമാനങ്ങളെ കാറ്റിപ്പറത്തിക്കൊണ്ട് സംഭവിച്ച ഒരു അത്ഭുതം. കല്ലറയുടെ അകത്തുനിന്ന് 4-ാം ദിവസം ഒരുത്തൻ എന്ത് ചെയ്തിരിക്കുന്നു? പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സകലമാന മനുഷ്യരും ഇളകി വന്നിരിക്കുക. ഈ യെരിഹോവിനെ കടന്നു വരുന്ന യേശു ആരാണെന്നറിയാൻ. ആയിരങ്ങൾ ഒരുപോലെ ഓടുന്ന ഈ യാത്രയിൽ അവരെക്കാളെല്ലാം മുൻപിൽ ഓടുന്ന ഒരു മനുഷ്യൻ, സക്കറിയാസ് നീതിമാൻ എന്ന് പേരർത്ഥമുള്ള മനുഷ്യൻ. ഞാൻ ചോദിച്ചാൽ കൂട്ടത്തിൽ ഓടാത്ത ഞാൻ പറഞ്ഞ ആരും എന്നെ കൂട്ടത്തിൽ ഓടിക്കത്തില്ല. എക്സ്കമ്മ്യൂണിക്കേറ്റഡാ ഞാൻ. എല്ലാവരും എന്നെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുക. ഞാൻ ചോദിച്ചു, നീ എവിടാ ഓടിച്ചെന്ന് കേറിയേ? മുന്നോട് പറഞ്ഞു മരത്തേല. എന്തിനാ? കാണാൻ. ഞാൻ ചോദിച്ചു, മരത്തെ കയറിയ ബൈബിളിൽ മരത്തെ കയറിയ പലരുണ്ടച്ചാ. അകത്തെ പോലെ ആലോചന ബുദ്ധി എന്ന് പറഞ്ഞാൽ കൂർമ്മ ബുദ്ധിയുടെ, കുരുട്ടുബുദ്ധിയുടെ, പക്ഷെ അവസാനിച്ചത് മരത്തല. അബ്ശാലോം സൗന്ദര്യത്തിന്റെ അവസാനിച്ചത് മരത്തല. യൂദ അത്യാവശ്യം കാശ്, സ്വന്തം ബാങ്കും പണസഞ്ചി ഉള്ളവന് അവസാനിച്ചത്. ഞാൻ ചോദിച്ചു, എടാ നീ കയറിയത് മരത്തേലല്ലേ? ആണു. ഞാൻ ചോദിച്ചു, മരത്തെ കയറിയോണ്ടുള്ള ഗുണം? സ്റ്റക്കായി പോയി. എവിടെ? അതാ, അതുകൊണ്ടല്ലേ ഇറങ്ങി വരാൻ പറയുന്നത്. ആണു. ഇന്ന് രാത്രി എവിടെ നീ സ്റ്റക്കായി കിടക്കുകയാണോ അവിടുന്ന് ഇറങ്ങി വരാനാ കർത്താവിന് നിന്നോട് പറയാനുള്ളത്. ആണു. അന്വേഷിക്കുന്നവനൊക്കെ ഇറങ്ങി വരാൻ പറ്റും. നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല.
നിങ്ങൾക്ക് ഇറങ്ങി വരാൻ പറ്റും. എൻ്റെ പൊന്നു സുഹൃത്തെ, ഇന്ന് രാത്രി ഈ സന്ദേശം കാതു തുറന്ന് കേട്ടോ. നിനക്ക് ഇറങ്ങി വരാൻ പറ്റും. എവിടെ നീ സ്റ്റക്കായി കിടക്കുകയാണേലും അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറ്റും. എവിടെ ഈ മനുഷ്യൻ സ്റ്റക്കായി കിടക്കുന്നത്? 3 ഇടത്തായി മനുഷ്യൻ സ്റ്റക്കായി കിടക്കുന്നത്. ഒന്ന്, സ്റ്റക്ക് ഓൺ എ ട്രീ, ഒരു മരത്തിൽ, ഒരു ശാപത്തിൽ അവൻ സ്റ്റക്കായി കിടക്കുക. 2, സ്റ്റക്ക് ഓൺ എ സിസ്റ്റം, ഒരു സംവിധാനത്തിൽ അവൻ സ്റ്റക്കായി കിടക്കുക. 3, സ്റ്റക്ക് ഓൺ എ സ്റ്റോറി, ഒരു കഥയ്ക്കകത്ത് അവൻ സ്റ്റക്കായി കിടക്കുക. ഇന്ന് രാത്രി ഏത് ശാപത്തിനകത്ത് നീ ബന്ധിക്കപ്പെട്ടവനാണെങ്കിലും നിന്റെ ശാപം അഴിക്കോ. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വചനം ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്ന യെശയ്യാ 30:33. 30:33 അവസാനത്തെ വാക്യം, യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും. അല്ലേ? 30:29 ആദ്യത്തെ ആണോ? അങ്ങനല്ലേ? ഒന്ന് വായിച്ചേ. 30:33 അവസാനത്തെ വാക്ക്. പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു. താഴോട്ട് വന്ന് യഹോവയുടെ ശ്വാസം, ആ വാക്ക് മാത്രം മതി. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കണ്ടോ? യഹോവയുടെ ശ്വാസം പറ, ഒരു ഗന്ധക നദി പോലെ അതിനെ എന്ത് ചെയ്യും? കത്തിക്കും. ഇനി 30:29 ആദ്യം ഒന്ന് വായിച്ചേ. 30:29 ആദ്യത്തെ വാക്ക്, നിങ്ങൾ ഉത്സവാഘോഷ രാത്രിയിൽ എന്ന പോലെ പാട്ട് പാടുകയും. ആ 2 വാക്കും കൂടെ ഒന്ന് ക്ലബ് ചെയ്തു. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും. നിങ്ങൾ ഉത്സവഘോഷ രാത്രിയിൽ എന്നതുപോലെ പറ, പാട്ടുപാടും. എനിക്കിന്ന് രാത്രി ഒറ്റ കാര്യ പറയാനുള്ളൂ. ഈ ചൂട്ടും കൊതുമ്പും കൊണ്ടല്ല, ഗന്ധകം. ഗന്ധകം എന്ന് പറഞ്ഞാൽ സൾഫർ. ഈ ബൈബിളിൽ 3 ഇടത്തെ സൾഫർ കത്തിയിട്ടുള്ളൂ. ഒന്ന്, ഉൽപ്പത്തി 19:24 സോദോം ഗോമറെ കത്തിയത് ഏതാ? സൾഫറാ. പിന്നെ യെശയ്യാവ് 30:33 അശൂരിന്റെ മേൽ കത്തുന്നത് ഏതാ? സൾഫറാ. പിന്നെ വെളിപ്പാട് 20:10 മൃഗവും കള്ളപ്രവാചകനും തീയും ഗന്ധവും കത്തുന്ന പൊയ്കേലോട്ട അവനെ എന്ത് ചെയ്യുന്നത്? തള്ളിയിടുന്നത്. എന്താ ഈ ഗന്ധകം കത്തിയാനുള്ള ഗുണം? ഞങ്ങളുടെ റാന്നീൻ്റെ അവറാച്ചാനും മറിയാമ്മയും കൂടെ വിശുദ്ധ നാട് കാണാം. പിള്ളേരെല്ലാം അമേരിക്കയില. അവർ പറഞ്ഞ് ഞാൻ വിട്ടതാ, ഒന്ന് കണ്ടേച്ചു വാ, ആയുസിലൊന്ന് പോയി കാണേണ്ട സ്ഥലമല്ലേ. പോകാൻ തുടങ്ങിയപ്പോൾ അച്ഛനോടും അമ്മമ്മയോടും അവർ പറഞ്ഞു, ഒരു പെട്ടി എടുത്തുകൊണ്ട് പോലും 2 പെട്ടിയും കൊണ്ട് പോക്കണമെന്ന് പറഞ്ഞു. എന്നാലും അച്ഛൻ പറഞ്ഞ അത്രയും തുണിയൊന്നും ഇല്ലടാ കയ്യിൽ. എന്നാലും അച്ഛനോട് പറഞ്ഞു, അതിനല്ല, അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം അവിടുത്തെ സിട്രസ് ഫ്രൂട്ട്, അവിടുത്തെ ഈന്തപ്പഴം, അവിടുത്തെ അത്രയും കൊള്ളാവുന്ന ഒരു സാധനം ലോകത്തിൽ ഒരിടത്തും കിട്ടത്തില്ല. എന്നിട്ട് 2 പെട്ടിയും കൊണ്ട് പോയാലേ എല്ലാം കൂടെ മേടിച്ചോണ്ട് വരാൻ പറ്റത്തു. പിള്ളേർ പറഞ്ഞപ്പം ചെയ്യാതിരിക്കാൻ പറ്റും, ഒടുവിൽ സമ്മതിച്ചു. പോകുന്നതിന് മുമ്പ് അച്ഛൻ അമ്മമ്മയോട് ഒരു ബുദ്ധി പറഞ്ഞു. ഇനി നമ്മൾ ഈ ചുമ്മാതെ അങ്ങോട്ട് കാലിപ്പട്ടിയും കൊണ്ട് പോകുന്നതിലും നല്ലത് ഈ വലിയ വലിയ മന്ത്രിമാരൊക്കെ പോകുമ്പോൾ അവർ ചെല്ലുന്നിടത്തല്ല ഒരു മരത്തൈയൊക്കെ കുഴിച്ചു വെക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ. നമുക്ക് അത്രയൊന്നും പറ്റിയില്ലേലും നമ്മുടെ പൂവമ്പാഴയുടെ 2 വിത്തൂടെ കൊണ്ടുപോയനാ പരുവത്തിന് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്തേക്കാം. കിട്ടിയ സ്ഥലം ചാവുകടലിന്റെ തീരത്ത് കുഴിച്ചു വെച്ചു. വന്നപ്പം മുതൽ പിന്നെ വന്ന അച്ഛന്മാരോട് മുഴുവൻ അച്ഛൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ കുഴിച്ചു വെച്ച പൂവമ്പാഴയുടെ വിത്ത് കിളുക്കുവോ? നിങ്ങൾ പറ. കാര്യം ഗന്ധക കത്തിയത്. ഇന്ന് രാത്രി നിന്റെ ശാപത്തെ സ്വർഗം കത്തിക്കും. എന്തോ ശാപമാണേലും കത്തിക്കും. എവിടെല്ലാം സ്റ്റക്കായി കിടക്കുകയാണേലും കത്തിക്കും. എനിക്ക് അതാ ഇന്ന് രാത്രി പറയാനുള്ള ദൂത്. ഈ ശാപത്തിനൊക്കെ 5 തലമുണ്ട്. ഒന്ന്, ജനറേഷണൽ കേസസ്, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ശാപം. 2, ജോഗ്രഫിക്കൽ കേസസ്, ദേശത്തിൻ്റെ ശാപം. 3, ട്രോമാ ബേസ്ഡ് കേസസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടായ ദുരന്തങ്ങൾ നിമിത്തമുള്ള ശാപം. 4, പാപം നിമിത്തമുള്ള ശാപം. 5, വാക്കുകൊണ്ടുള്ള ശാപം. 5 ശാപത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്ന ഒരു സ്ഥലം എനിക്കറിയാം. ഗലാത്യർ 3, മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല. ഇതിനൊക്കെ ശക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ ജനറേഷനിലൊക്കെ ഒത്തിരി ശക്തിയുണ്ട്.
ട്രോമായ്ക്ക് അതിനെക്കാട്ടി ശക്തിയുണ്ട്. ദുരന്തമൊക്കെ നിമിത്തം ഈ മെബീബോശത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്കറിയാം, രാജകുലത്തിൽ ജനിച്ചോനാ അല്ലേ. ശൗലും യോനാഥാനും കൊല്ലപ്പെട്ട രാത്രി അവൻ്റെ ധാത്രി അവനെ എടുത്തോണ്ട് ഓടുന്ന വഴിക്ക് വീണ് മുടന്തനായി സ്പൈനൽ കോഡും തകർന്ന് ആ മനുഷ്യൻ പിന്നെ എവിടാ പോയി കിടന്നത്? ലോദേബാരിൽ. ലോദേബാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? പച്ചപ്പില്ലാത്തതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ജീവിതത്തിൽ ഉണ്ടായ ഒരു ദുരന്തം നിമിത്തം പച്ചപ്പില്ലാത്ത ഈ പെട്ടെന്ന് സംഭവിക്കുന്നതൊക്കെ മനുഷ്യനെ എന്ത് ചെയ്യും? വല്ലാതങ്ങ്. അതുപോലെ ജനറേഷനലൊക്കെ അതിന് ഒത്തിരി ഉദാഹരണമുണ്ട്. ഈ യോശുവ 1:1-2 വാക്യം, യഹോവയുടെ ദാസനായ മോശ മരിച്ചു. യഹോവ മോശയുടെ ശുശ്രൂഷക്കാരനായ നൂന്റെ മകനായ യോശുവയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഈ ജനമൊക്കെയും പുറപ്പെട്ട്, മലയാളത്തിൽ പുറപ്പെട്ടതേ ഉള്ളൂ, പക്ഷെ ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെ, അറൈസ് ആൻഡ് ഗോ, എഴുന്നേറ്റ് പുറപ്പെടുക എന്നാ പറയുന്നത്. എഴുന്നേറ്റ് പുറപ്പെടുക. മരണം ഇരുത്തിക്കളയും. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ചില മരണം വേണ്ട, മരണമൊന്നും വേണ്ട. നമ്മുടെ കണക്കൂട്ടൽ തെറ്റി ഇരുന്നു പോകാൻ ഒത്തിരി നേരം വല്ലതും വേണോ പ്രിയപ്പെട്ടവരെ? വേണോ? വേണ്ട. മനുഷ്യനെ ഇരുത്തിക്കളെ. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്യ, ഇതുപോലെ സെയിം ഒരു വാക്യ, ഉൽപ്പത്തി 35:1. യഹോവ യാക്കോബിനോട് പറയുന്ന ഒരു കാര്യമാണ്, എഴുന്നേറ്റ് പുറപ്പെട്ട് ബേഥേലിൽ. ഒന്ന് വായിച്ച പാസ്റ്ററെ, അവിടെ ആ വാക്ക് തന്നെ എഴുതിയിരിക്കുന്നു. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. കണ്ടോ, മലയാളത്തിൽ പുറപ്പെടുക എന്നേ ഉള്ളൂ, പക്ഷെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് അറൈസ് ആൻഡ് ഗോ എന്നാ, എഴുന്നേറ്റ് പുറപ്പെടുക എന്നാ പറഞ്ഞു. കാര്യം യാക്കോബ് വല്ലാതെ അങ്ങ് ഇരുന്നു പോയച്ചാ. എന്താ യാക്കോബിനെ ഇരുത്തി കളഞ്ഞ? പല പ്രതിസന്ധി വന്നിട്ട് ഇവൾ ഇരുന്നിട്ടില്ല, പക്ഷെ ഇവിടെ ഇരുന്നു പോയി. എന്താ വാസ പറഞ്ഞ? അങ്ങനെ നല്ല മിടുക്കനായിട്ട് വീട്ടിൽ ജീവിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു ബുദ്ധി ഉണ്ടായ. എന്താ ബുദ്ധി? എടാ, അപ്പന് ഇപ്പൊ കണ്ണൊന്നും കാണത്തില്ല, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ചേട്ടൻ ഞാൻ ഈ അമ്മമാരോട് ഒരു കാര്യം പറഞ്ഞേക്കാം, ചുമ്മാ അത് പിള്ളേരെ 2 കണ്ണുകൊണ്ട് കാണല്ലേ, ഒരേ ഒരുത്തനോട് ഇച്ചിരി സ്നേഹം, ഒരു മരുമകളോട് ഇച്ചിരി കുറവ്. ഇവരൊക്കെ തന്നെ കാണത്തുള്ളൂ എന്ന് ഓർത്തോണം. വെറുതെ ഈ ഇരട്ടത്താപ്പ് കാണിക്കരുതേ. സംഭവിച്ചെന്താ? അവിടെ അമ്മയ്ക്ക് സൊല്യൂഷൻ ഉണ്ട്. ഈ കൊച്ചന് വീട് പോയി, ഉൽപ്പത്തി 28. വീട് പോയപ്പോൾ അമ്മ പറഞ്ഞു, എടാ നിന്റെ അപ്പൻ്റെ വീടല്ല പോയുള്ളൂ, എൻ്റെ ആങ്ങളെ താമസിക്കുന്ന എൻ്റെ വീടുണ്ട്, നീ അങ്ങോട്ട് പോകും. അവിടെ ചെന്ന് വലിയ മിടുക്കനായിട്ടൊക്കെ താമസിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ഈ അമ്മാച്ചൻ്റെ തനിനിറം മനസ്സിലായി. എന്നിട്ടും അവൻ കടിച്ചു പിടിച്ചു നിന്നു, അമ്മ പറഞ്ഞു വിട്ടല്ലേ. പക്ഷെ അമ്മാച്ചൻ പിന്നൊരു കാര്യം ചെയ്തു പാസ്റ്റർ, അതൊരു കടുങ്കയായിപ്പോയി. ഉൽപ്പത്തി 31:55. അതിരാവിലെ എഴുന്നേറ്റ്, എനിക്കൊന്ന് പുള്ളി രാത്രി ഉറങ്ങിയിട്ടേ ഇല്ലെന്ന് തോന്നുന്നു, കണ്ടോനെല്ലാം ചുമ്മനം കൊടുത്തേച്ച് പുള്ളി പറഞ്ഞു വിട്ടു. ഇപ്പൊ യാക്കോബിന് മനസ്സിലായി, അമ്മ വീട് വലിയൊരു സംഭവം അല്ലേ. അമ്മ വീട്ടിൽ പോകാൻ ഇഷ്ടമില്ലാത്ത, അമ്മ വീടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ അമ്മ വീട്ടിൽ പോയിട്ടില്ലാത്തവരാരെങ്കിലും വീട്ടിരിപ്പുണ്ടോ? 20 വയസ്സ് കുറയാം അമ്മ വീടിന്റെ കാര്യം പറഞ്ഞ. ഇപ്പൊ അപ്പൻ്റെയും വീട് പോയി, അമ്മയുടെയും വീട്. പുള്ളി പറഞ്ഞു, ഇനി ഇപ്പൊ ഔദാര്യത്തിൽ ജീവിക്കുന്നില്ല, സ്വന്തമായിട്ടൊരു സ്ഥലം അത് മേടിക്കുകയാണെങ്കിൽ പുനലൂർ തന്നെ മേടിക്കുക. അങ്ങനെ മേടിച്ചു. എവിടെ? പുനലൂരിന് എന്തെല്ലാം പ്രത്യേകത? ചൂടുള്ളപ്പോൾ ഭയങ്കര ചൂട്, തണുപ്പുള്ളപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയാ, ചൂടായതാ. അങ്ങനെ ഒരു സ്ഥലം മേടിച്ചു കേട്ടോ. 33:18 ഒന്ന് വായിച്ചു നോക്കിക്കുക. ഉൽപ്പത്തി 33:18. യാക്കോബ് പർദ്ദനരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയമടിച്ചു. താൻ കൂടാരമടിച്ച നിലം ശേഖേമിന്റെ അപ്പനായ ഹമോറിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി. കണ്ടോ, സ്വന്തമായിട്ട് ഒരെണ്ണം മേടിച്ചു. അതും ചുമ്മാ ഒന്നും അല്ല, 100 വെള്ളിക്കാശ്. അതിനൊക്കെ കണക്കുണ്ട്, ഞാൻ പറയുന്നില്ല ഇപ്പം. നല്ല വില കൊടുത്ത് മേടിച്ചു. എന്നിട്ട് എന്തോ എടുത്തു? അവിടെ ആരാധനയും പിന്നെ വീടും, എനിക്ക് തോന്നുന്നു ചർച്ചും പിന്നെ ഡെഡിക്കേഷനും എല്ലാം നടത്തിയതിൻ്റെ പിറ്റേ ദിവസം കൊച്ചിനെ കൊണ്ട് കോളേജിലും ചേർത്തു. അവളൊരു പോക്ക് ടൂറ്. ഈ പിള്ളേർക്കൊന്നും ഈ അപ്പൻ്റെ അമ്മയുടെയും കൂടെ ടൂർ പോകണ്ട. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ സ്നേഹത്തോടെ പറയാ, നിങ്ങൾ ടൂർ പോവുകയാണെങ്കിൽ അപ്പൻ്റെ അമ്മയുടെയും കൂടെ എന്ത് ചെയ്യാവുള്ളൂ? ഞാൻ വിളിച്ച് എൻ്റെ അനിയനോടുണ്ട് അമ്മമാരോട്,
അപ്പാടെ കൂടെ ഒന്നും വരുന്നില്ലെന്ന്, ഞങ്ങൾ വേറെ പൊക്കോളാവും. സങ്കടമായനാ ഞാനിവിടെ ഈ പ്രസംഗിക്കുന്നത്. ആ ടൂറ് പോക്ക് എന്തോ അപമാനമായിപ്പോയി. പക്ഷെ അപമാനം മോക്ക് വന്നിട്ടു അപ്പനത് അടക്കി വെച്ചു. കാര്യം അപ്പനറിയാം അപമാനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പണി പാളുവന്നു. പക്ഷെ ആമ്പിള്ളാർ അതിനെക്കാട്ടി തലതെറിച്ചോന്മാർ അമ്മാർ എന്ന് 2 എണ്ണത്തിനെ കൊന്നു. വല്ല നാട്ടിലും വരത്തം വന്നേച്ച് ആ നാട്ടുകാരോട് കുസ്തിയിട്ട വെച്ചേക്കുവോ പാസ്റ്ററെ? ഈ മനുഷ്യൻ ഇരുന്നു പോയി, വല്ലാതെ ഇരുന്നു പോയി. അങ്ങനെ ഇരുന്നു പോയ മനുഷ്യനെ ഉൽപ്പത്തി 35:1 ദൈവം വിളിച്ചു പറയാ, എടാ യാക്കോബേ എഴുന്നേക്കടാ, യാക്കോബേ എഴുന്നേക്കടാ. ഇന്നേക്ക് 20 വർഷം മുമ്പ് നിന്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് നീ ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞാൻ തുറന്നിട്ട് ഒരു വീട് ബദേലി കിടപ്പുണ്ട്, അങ്ങോട്ട് പോടാ. അപ്പൻ്റെ വീട് പോയാലും അമ്മയുടെ വീട് പോയാലും സ്വന്തം വീട് പോയാലും ജീവിതത്തിൽ ഏത് ഇരുന്നു പോയവനും വന്നു കയറാൻ പറ്റുന്ന ഒരു വീടുണ്ട്. കണക്കൂട്ടലുകളെ തെറ്റിച്ച ഏതെങ്കിലും പ്രതിസന്ധി ജീവിതത്തിൽ വന്നുപോയി ഇരുന്നു പോയ ആരെങ്കിലും മനുഷ്യരിന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളോടാ എനിക്ക് ദൂത് പറയാനുള്ളത്. നിന്റെ ചരിത്രത്തെ പരിവർത്തിക്കാൻ, നിന്നെ എഴുന്നേൽപ്പിക്കാൻ, നിന്റെ സ്ഥിതി മാറ്റാൻ, നിന്റെ അവസ്ഥ മാറ്റാൻ. അച്ഛാ, വല്ലാത്തൊരവസ്ഥയായിപ്പോയി മോശയുടെ മരണം. ഈ യോശുവ ഇരുന്നു പോയി. കാരണം വല്ലർത്ഥത്തിലും ഈ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ആരാ? മോശയാ. കാരണം എന്താന്ന് ചോദിച്ചാൽ ആ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. അത് ഇവിടുന്നൊന്നും അല്ല തുടങ്ങേണ്ടത്. ഉൽപ്പത്തി 48 വേണം തുടങ്ങാൻ. 48:17 എന്താ ചരിത്രത്തിൻ്റെ പ്രത്യേകത? അബ്രഹാം, ഇസാക്ക്, യാക്കോബ്. യാക്കോബിൻ്റെ മകൻ യോസഫ്. യോസഫിൻ്റെ 2 പിള്ളേർ ഏതൊക്കെയാ? മനശ്ശെയും എഫ്രീമും. ഈ അപ്പച്ചൻ യാക്കോബിൻ്റെ അടുക്ക പിള്ളേരെ 2 പേരെ എന്ത് ചെയ്തിരിക്കുക? യോസഫ് കൊണ്ട് നിർത്തിയിരിക്കുക. അപ്പച്ചൻ എന്നെ എടുത്തെന്നറിയോ? വലത്തുഭാഗത്ത് നിന്ന് മനശ്ശെയുടെ നേരെ വെക്കേണ്ട കൈയെടുത്ത് ഇടത്ത് നിന്ന് എഫ്രീമിൻ്റെ നേരെ വലത്തെ കൈ വെച്ചു. ഇടത്തെ കൈയെടുത്ത് മനശ്ശെയുടെ നേരെയും പിണച്ചു വെച്ചു. അപ്പം യാക്കോബ് പറഞ്ഞു, അപ്പച്ച, യാക്കോബിനോട് യോസഫ് പറഞ്ഞു, അപ്പച്ച അങ്ങനല്ല, അപ്പച്ച അങ്ങനല്ല ചെയ്യേണ്ടത്. നമ്മുടെ പതിവനുസരിച്ച് അപ്പച്ചൻ പറഞ്ഞു, അങ്ങനല്ലടാ, എനിക്ക് നിയോഗം ഉണ്ടായിട്ട് ഞാൻ ചെയ്തതാ. അവനൊരു ജാതിയൊക്കെ ആവും, പക്ഷെ ഇവൻ അവനെക്കാട്ടി വലിയൊരു അനുഗ്രഹമൊക്കെ കിട്ടി. അനുഗ്രഹം കിട്ടിയോടുകൂടി എല്ലാം തികഞ്ഞെന്നുള്ള ചിന്ത പുള്ളി ഇങ്ങനെ ജീവിക്കുക. പക്ഷെ ജീവിതത്തിൽ സംഭവിച്ച എന്താണെന്ന് നോക്കിക്കുക. എഫ്രീമിൻ്റെ ചരിത്രം പാസ്റ്ററെ, ഞാനൊരു ക്ഷമാപണത്തോടു കൂടെ പാസ്റ്ററെ കൊണ്ടത് വായിപ്പിക്കുക. വായിച്ചില്ലെങ്കിൽ ഇവർക്ക് മനസ്സിലാകത്തില്ല, അതുകൊണ്ട് ഞാൻ വായിപ്പിക്കുക. 1 ദിനവൃത്താന്തം 7:20 മുതലുള്ള വാക്യം. എഫ്രീമിൻ്റെ ചരിത്രം ഒന്ന് വായിച്ചോ. ഈ റാന്നിക്കാരായതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, ഈ ബന്ധം പറയാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല. ഈ പുല്ലൂരുള്ള ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, ഇന്നത്തെ യോഗത്തിന് മുമ്പ് വന്ന് അമ്മച്ചിയെ കാണണമെന്ന്. അമ്മച്ചി റാന്നി കണ്ണങ്കര പുതുപ്പറമ്പിലാണ്, ഇവിടം കണ്ട് കെട്ടിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മച്ചി ഈ പ്രാവശ്യം പറ്റത്തില്ല, അടുത്ത പ്രാവശ്യം ഇവർ വിളിക്കുകയാണെങ്കിൽ വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ ബന്ധം ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് ഞാൻ ആ എഫ്രീമിൻ്റെ ചരിത്രം ഒന്ന് പറയാൻ പോവാം. ഒന്ന് വായിച്ചു നോക്കിക്കോ. 7-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. വല്യപ്പൻ കൈവച്ചോട്ട് വല്ല ഗുണം ഉണ്ടാകുമെന്നൊന്ന് നോക്കാൻ പോവാ. ഒന്ന് വായിച്ചോ. 1 ദിനവൃത്താന്തം 7:20 മുതലുള്ള വാക്യം. എഫ്രൈമിന്റെ പുത്രന്മാർ ശൂഥേലഹ്, അവന്റെ മകൻ ബേരത്ത്, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ എലാദ, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ സബാദ്, അവന്റെ മകൻ ശൂഥേലഹ്, ഏസർ, ഏലദ. ഇവർ ആ ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിപ്പാൻ ചെന്നതുകൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു. അടുത്തത്, അവരുടെ പിതാവായ എഫ്രൈം ഏറെ നാൾ വിലപിച്ചുകൊണ്ടിരുന്നു. അവന്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. പിന്നെ അവൻ തന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. തന്റെ ഭവനത്തിന് അനർത്ഥം ഭവിച്ചതുകൊണ്ട് അവൻ അവന് ബെരിയാവ് എന്ന് പേർ വിളിച്ചു. മതി, ഇനി ഞാൻ പറഞ്ഞു വരാം. എത്ര മനോഹരമായിട്ടാണ് പാസ്റ്റർ വായിച്ച്. ഈ വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എഫ്രീമിന് എത്ര പിള്ളേരുണ്ടെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? വെറുതെ തല കുനിക്കണ്ട, ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയാം. പിന്നെ 4 മണിക്കൂർ തപ്പിയ പിന്നെ എനിക്ക് കിട്ടിയത്, പിന്നെ ആ 4 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ പറയാം. തെറ്റാണെങ്കിൽ പ്രിൻസ് പാസ്റ്റർ കയ്യിൽ എൻ്റെ നമ്പറുണ്ട്, ഫോണിൽ വിളിക്കണ്ട, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടേക്ക്.
തെറ്റാന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച് കേട്ടോടെ. എഫ്രൈമിന് 4 പിള്ളേര്, ആൺപിള്ളേർ. ആരൊക്കെയാ? 1 ശൂദേലഹ്, 2 യേസർ, 3 എലേഥ, 4 ബെരിയാവ്. ഇപ്പൊ വായിക്കരുതേ, ഇപ്പൊ ഇത് കേക്ക്. പിന്നെ ഈ ശൂദേലേഖിന്റെ പുറകെ കുറെ പിള്ളേര്, അത് പറയാം. ശൂദേലേഖിന്റെ 7 പിള്ളേരുടെ പേര് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശൂദേലഹ്, ബേരത്, തഹത്ത്, എലേത, തഹത്ത്, സാബത്, ശൂദേലഹ്. അപ്പൊ ശൂദേലഹ് 7 പിള്ളേരും അതങ്ങ് കൂട്ടിയാൽ മതി. ആ അധ്യായം മറിഞ്ഞു. ശൂദേലഹിന്റെ തൊട്ട് താഴെ വരുന്നത് ആരൊക്കെയാണ്? യേസറും എലേതയും. എനിക്കൊന്നും ഇവന്മാർ വലിയ പ്രായവ്യത്യാസം ഇല്ല, അവരൊന്നിച്ച് ടിൻസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. പോട്ട്. എന്താണേലും ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? അടിച്ച് കളിച്ച് ഒന്നിച്ച് വളർന്നു വന്നു. എവിടെ വെച്ചോ ഒന്ന് അബദ്ധ സഞ്ചാരം നടത്തി. ഇപ്പൊ പരിപാടി എന്ന് പറയുന്നത് ചെറിയ ചെടി പോക്കറ്റ് ഇടിയെ തുടങ്ങി. അത് ഇച്ചിരി കൂടെ കഴിഞ്ഞപ്പോഴത്തേന് ഹോൾസെയിലായി മാറി. ഇച്ചിരി കഴിഞ്ഞപ്പോ ഇപ്പൊ ഗത്യരുടെ കന്നുകാലിയെ മുട്ടിച്ചു. അപ്പൊ കള്ളന്മാരാ. ആരുടെ പിള്ളേരാ? അതാ എഫ്രൈമിന്റെ പിള്ളേര്. എന്ന് പറഞ്ഞാൽ ആരാ? യാക്കോബ് അനുഗ്രഹിച്ച. ഞങ്ങൾ അതുകൊണ്ടായി പറഞ്ഞ മധ്യസ്ഥന്മാരുടെ ഒന്നും പുറകെ പോയിട്ട് ഒരു കാര്യവും ഇല്ല. വരുവാണ് ഒറ്റ ഒരുത്തൻ്റെ അടുക്കലേ വരാവുള്ളെന്ന്. ഒരു പള്ളി കമ്മിറ്റിക്കാർ അവരുടെ പള്ളിയുടെ മുമ്പിൽ 3 ഫോട്ടോ വെച്ചു. ഒന്നാമത്തെ ഫോട്ടോ യേശുവിൻ്റെ, രണ്ടാമത്തെ ഫോട്ടോ യേശുവിൻ്റെ അമ്മയുടെ, മൂന്നാമത്തെ ഫോട്ടോ യേശുവിൽ വിശ്വസിച്ചിരുന്ന ഒരു തിരുമേനിയുടെ. നമ്മുടെ നാട്ടിൽ എവിടെ ഫോട്ടോ വെച്ചാലും അതിൻ്റെ മുമ്പിൽ ഒരു പെട്ടി വെക്കുന്നത് ഒരു ആചാരമാണ്. എല്ലാവരും 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ പെട്ടി തുറന്നു. യേശുവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ ഇരുന്ന പെട്ടിക്കകത്ത് ചില്ലറ എല്ലാം കൂടെ 8000 രൂപ. യേശുവിൻ്റെ അമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ ഇരുന്ന പെട്ടിക്കകത്ത് 85,000 രൂപ. മറ്റേ നമ്മുടെ തിരുമേനിയുടെ ഫോട്ടോയുടെ മുമ്പിൽ ഇരുന്ന പെട്ടിക്കകത്ത് 1,85,000 രൂപ. അപ്പോൾ സത്യത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്? ഞങ്ങളിന്ന് രാത്രി പറയാ, വടക്കോട്ട് നടന്നാലും തെക്കോട്ട് നടന്നാലും എങ്ങോട്ട് പദയാത്ര നടത്തിയാലും കർത്താവ് നിന്റെ വീടിനെ തൊടുന്നില്ലെങ്കിൽ നിന്റെ വീടിന്റെ ചരിത്രം മാറത്തില്ല. യഹോവ വീട് പണിയാതിരുന്നാൽ, ഉറക്കെ പറ, പണിയുന്നവർ വൃഥാ. യാക്കോവ് തലേ തൊട്ടവന്റെ പിള്ളേർ മോട്ടിച്ച് കൊല്ലപ്പെട്ടു. ഏറിയ നാള് എഫ്രൈമിന്റെ വിലാപം ഒരു പുസ്തകമാക്കാം. പുസ്തകത്തിനൊരു തലക്കെട്ട് ഞാൻ പറഞ്ഞു, എഴുതാൻ കൃപയുള്ളവരൊക്കെ എഴുതിക്കോണം, എഫ്രൈമിന്റെ വിലാപം. ഈ കൂട്ടത്തിൽ ആരും വന്നു? മനശ്ശവര സഹോദരന്മാരെല്ലാം വന്ന കൂട്ടത്തിൽ മനശ്ശൻ വന്നു. എന്താണെന്നാലും മനശ്ശിക്ക് നമ്മുടെ ഒരു പാതി സ്വഭാവത്തിലും ഇല്ലായിരിക്കത്തില്ലല്ലോ. മനശ്ശ വന്ന കൂട്ടത്തിൽ എഫ്രൈമിനോട് പറഞ്ഞില്ലേലും മറ്റേ ചേട്ടന്മാരോടൊക്കെ പറഞ്ഞു. അന്നേ ഞാൻ വിചാരിച്ചതാ, വല്യപ്പനെ വക്രിച്ച് കൈമേടിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇങ്ങനൊക്കെ വരത്തുള്ളൂ. ഏറിയ നാള് വിലപിച്ചു. പക്ഷേ അതിനുശേഷം ഒരു മോനുണ്ടായി, പേരിട്ടു ബെരയാവ്. എന്താ ബെരിയാവ് എന്ന വാക്കിന്റെ അർത്ഥം? അനർത്ഥം. ആ ട്രോമായ്ക്കകത്തൊന്ന് കയറി വരാൻ പറ്റുന്നില്ല. ഒരു സിസ്റ്റത്തിൽ അങ്ങ് സ്റ്റക്കായി കിടക്കുക, ഒരു സംവിധാനത്തിനങ്ങ് ബന്ധിക്കപ്പെടും. ഞാൻ ഇന്ന് രാത്രി ചുമ്മാ തമാശ പ്രസംഗിക്കുകയല്ല. ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന ചില കുടുംബങ്ങളുടെ ശാപം അഴിയുന്ന രാത്രിയായത്. ഓ, നിന്റെ വീടിന്റെ, ഞങ്ങളുടെ വീടൊക്കെ അങ്ങനെ ആയിരുന്നെന്ന്. എൻ്റെ വീട്ടിലെ മൂത്ത മോനാ ഞാൻ. എനിക്ക് 1.5 വയസ്സുള്ള സമയത്ത് റാന്നിലെ 2 ആശുപത്രിയിലെ ഡോക്ടർമാർ ഒരുപോലെ പറഞ്ഞതായി, കുഞ്ഞ് ജീവിക്കത്തില്ലെന്ന്, ജീവിച്ചാലും ഇത് മന്ദബുദ്ധിയാകുമെന്ന്. അവരുടെ മൂത്ത മകൻ മന്ദബുദ്ധിയാകുമെന്നുള്ള തിരിച്ചറിവാ എൻ്റെ മാതാപിതാക്കളെ ദൈവസനെ മുട്ടുകുത്താൻ പ്രേരിപ്പിച്ചത്. അവർ മുട്ടുകുത്തിയത് ആ ഒരു സഭാകോളിനകത്തല്ല, റാന്നി മേനാന്തോടെ ആശുപത്രിയുടെ വരാന്ത വെച്ച് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാ. ഞങ്ങളുടെ വീടിൻ്റെ ചരിത്രത്തെ ദൈവം ഒന്ന് മാറ്റിയോ. എൻ്റെ വീടിൻ്റെ ചരിത്രത്തെ തൊട്ട് ദൈവത്തെ കൂട്ടുപിടിച്ചോണ്ട് ഞാൻ ഇന്ന് രാത്രി നിന്നോട് പറയുകയാ, ഇരുന്നു പോയ നിന്റെ വീടിൻ്റെ ചരിത്രത്തെ മാറ്റാൻ ഇറങ്ങി വാടാസക്കായി. എവിടെ നീ സ്റ്റക്കായി കടഭാരത്തിനകത്താണോ, ബന്ധനത്തിനകത്താണോ, ശാപത്തിനകത്താണോ, രോഗത്തിനകത്താണോ, എവിടെ സ്റ്റക്കായി കിടക്കുകയാണല്ലേ, ഇറങ്ങി വാ. നിന്റെ വീടിനെ എനിക്കറിയാം ഇന്ന് രാത്രി ചില വീടുകളകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി ആരംഭിക്കാൻ പോവുക. നിന്റെ വീടിനെ ദൈവം തൊടും. നിന്റെ വീടിന്റെ അസ്വസ്ഥതയെ ദൈവം തൊടും. നിന്റെ തലമുറയുടെ അസ്വസ്ഥതയെ ദൈവം തൊടും.
നിന്റെ വീടിന്റെ സ്വസ്ഥതക്കേടിനെ എൻ്റെ സ്വർഗം ഒന്ന് ഉള്ളു തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ. ഓ ദുരാരാഭാരഭരഭരഭക്ഷസി. ആ വീടിനെ ദൈവം തൊട്ടു. ആ ബെരിയാവിൻ്റെ മോടെ പേരാ, അതെ, ബെരിയാവിൻ്റെ മോടെ പേരാ ശേര അല്ലേ. ഈ പെൺപിള്ളാരുടെ ചരിത്രം സാധാരണ വംശാവലി വരത്തില്ല, പക്ഷെ അവിടെ പേരെഴുതിയിരിക്കുക ശേര. എന്താ അവിടെ പ്രത്യേകത? അവൾ താഴത്തെയും മേലത്തെയും ബെൽഹോർമോനും ഉസയേൽ ശേരയും പണിതു. അങ്ങനെയാണ് അമ്മാമേ, നിങ്ങൾ ആപത്തിന് പ്രസവിച്ചതല്ല, നിങ്ങളുടെ കുഞ്ഞ് പൊളിക്കുന്ന കുഞ്ഞല്ല, നിങ്ങളുടെ കുഞ്ഞ് പണിയുന്ന കുഞ്ഞാ. ഇന്ന് രാത്രി ചിലതിനെ നോക്കി ഒന്ന് പ്രവചിക്കാൻ നിനക്ക് പറ്റുമോ? ആണായാലും പെണ്ണായാലും ആപത്തിന് ഞാൻ പ്രസവിച്ചതല്ല, എൻ്റെ തലമുറ പണിയും. ശബാര പുരാതന ശൂന്യങ്ങളെ പണിയും. കേട് തീർക്കുന്നവരെന്നവർക്ക് പേരാകും. പണിയുന്ന തലമുറ. എന്താ പണിതത്? അവിടെ പേര് ചിലത് പണിതു. ഈ ദൂതേറ്റെടുക്കാൻ പറ്റുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചോ. പേരുദോഷം കേൾപ്പിക്കത്തില്ലെന്ന് പേര് ചിലത് പണിയുമെന്ന്. സ്വോത്രം സ്വോത്രം. കർത്തൃദാസ ഹാബേൽ എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞു, ഷാരോൺ കൺവെൻഷനിൽ അവരൊരു കാര്യം ചെയ്തെന്ന്. 50 വർഷമായിട്ട് ശുശ്രൂഷ നിന്ന ദൈവദാസന്മാരെ എല്ലാം ആദരിച്ചെന്ന്. ഒരു ഫലകം മാത്രമല്ല 10,000 രൂപയും കൊടുത്തെന്ന്. ഞാൻ ചോദിച്ചു, ആരാ സ്പോൺസർ ചെയ്തതെന്ന്. അന്നേരം പറഞ്ഞു, ഒത്തിരി വർഷം കർത്താവിൻ്റെ വേല ചെയ്ത ഒരപ്പച്ചൻ്റെ മോൻ അമേരിക്കയിൽ ആ പാസ്റ്റർ അദ്ദേഹമാണ് ഇത് കൊടുത്തത്. അന്നേരം ഒരു പാസ്റ്റർ മോനെ ഈ പാസ്റ്റർമാരുടെ വേദന അറിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാനും ഇന്ന് രാത്രി നിങ്ങളെയൊക്കെ ചലഞ്ച് ചെയ്യുക. ദീർഘവർഷങ്ങൾ ഉത്തരവാദിത്വത്തിലൊക്കെ നിന്ന് കർത്താവിൻ്റെ വേല ചെയ്ത ദൈവദാസന്മാരെ ഒക്കെ എവിടെ വെച്ചാലും ഒക്കെ ഒന്ന് ഒരു ബഹുമാനിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് ചെയ്തോണം. അവരൊക്കെയല്ലേ നമ്മുടെ വീടുകൾ പണിതത്. ഇവരുടെ വീട് പണിയപ്പെടുക. അച്ഛാ, ഈ ബെരയാവിൻ്റെ മകൻ്റെ പേര് രേഫഗ്. രേഫഗിൻ്റെ മകൻ്റെ പേര് രേശഫ്. രേശഫിൻ്റെ മകൻ്റെ പേര് തേലഗ്. തേലഗിൻ്റെ മകൻ്റെ പേര് ലാദൻ. തകൻ്റെ മകൻ്റെ പേര് ലാദൻ. ലാദൻ്റെ മകൻ്റെ പേര് അമ്മീഹൂദ്. അമ്മീഹൂദിൻ്റെ മകൻ്റെ പേര് ഏലീശാമ. ഏലീശാമയുടെ മകനായിട്ട് 9ാമത് ആര് വരിക? നൂൻ വരിക. നൂൻ ഒരു കുടുംബജീവിതം കിട്ടി. ആ കുടുംബത്തിലൊരു കുഞ്ഞുണ്ടായി. അതിൻ്റെ പേരായോ ഹോശയ. ഇവന്റെ കാലത്ത് ഞങ്ങൾ രക്ഷപ്പെടും. മോശ അവനെ തലേ കൈവച്ച് അനുഗ്രഹിച്ച് പേര് മാറ്റി യോശുവ. ദൈവത്തിന് സ്തോത്രം. യഹോവ രക്ഷകൻ. എടാ, നിന്റെ വീടിന്റെ ശാപം മാറ്റാൻ, നിന്റെ വീടിന്റെ തകർച്ച വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇന്ന് രാത്രി ഇറങ്ങി വാ. ഇന്ന് രാത്രി നിനക്ക് ദൈവം ചില തുറവികൾ തരാൻ പോവുക. ഈ സക്കായിക്ക് വേണ്ടി 4 കാര്യമാണ് കർത്താവ് തുറന്നത്. ഒന്ന് അവന്റെ ഹൃദയത്തെ ദൈവം തുറന്നച്ചായ. 2 അവന്റെ വീടിനെ ദൈവം തുറന്നച്ചായ. 3 അവന്റെ ഭാവിയെ ദൈവം തുറന്നച്ചായ. 4 അവന്റെ മുമ്പിൽ ഒരു നിത്യതയെ ദൈവം തുറന്നച്ചായ. ഇന്ന് രാത്രി സ്വർഗം തുറക്കും. ഏത് ശാപത്തിന്റെ ചീട്ട് കീറിക്കളഞ്ഞേച്ച് നിനക്കൊരു ഭാവിയുണ്ട് കേട്ടോ. നീ ലീഡർഷിപ്പിൽ വരും. ശപിക്കപ്പെട്ട കുടുംബത്തിനകത്ത് ഇരുന്നു പോയ കുടുംബങ്ങളിലെ തലമുറകളെ ദൈവം തൊട്ടാൽ അവർ ലീഡർഷിപ്പിൽ വരും. കർത്താവ് സക്കായിയോട് പറയാ, ഇറങ്ങി വാടാ, ഇറങ്ങി വാ. നിന്റെ വീട്ടിലാ ഞാൻ ഇന്ന് പാർക്കാൻ പോകുന്നത്. ദൈവം തുറക്കുക. എന്തൊക്കെയാ തുറക്കുന്നത്? അതാ ദൈവം തുറന്നാൽ ഒന്ന് നിന്റെ ഹൃദയത്തെ ദൈവം തുറക്കും. 2 നിന്റെ വീടിനെ ദൈവം തുറക്കും. ഈ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വന്നാൽ തന്നെ അതിനകത്തൊരു ഐശ്വര്യം